ഒരു ഉദാഹരണം പറയാറുണ്ട്. ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെവിൻ കാർട്ടൻ. ഞാൻ അവസാനിപ്പിക്കട്ടെ, അതുകൂടി പറഞ്ഞാൽ നിർത്തും. കെവിൻ കാർട്ടൻ അന്ന് ലോകപ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ്. ജർമ്മനി എന്ന രാജാധികാര ഭരണകൂടം അദ്ദേഹത്തെ സൊമാലിയയിലേക്ക് പറഞ്ഞയച്ചു. എന്തിന്? പട്ടിണിയുടെ ചിത്രങ്ങൾ എടുക്കാൻ. അന്ന് അദ്ദേഹം സൊമാലിയയിലേക്ക് കാലുകുത്തി സൊമാലിയയിലെ പല ഗ്രാമങ്ങളിലൂടെയും അദ്ദേഹം നടന്നു പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ. അദ്ദേഹം ആഗ്രഹിച്ച ഒരു ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം തിരിച്ചു പോകുന്നതിന്റെ തലേന്ന് അദ്ദേഹം ഒരു ചിത്രം കണ്ടു, അല്ലെങ്കിൽ ഒരു രംഗം കണ്ടു. സൊമാലിയയിലെ വറ്റി വരണ്ട ഭൂപ്രദേശത്തു കൂടി ഒരു വയലിലൂടെ എല്ലും തോലുമായ ഒരു പാവം പെൺകുട്ടി ദാഹിച്ച് ഇങ്ങനെ മുട്ടിലയഞ്ഞിങ്ങനെ നീങ്ങുക. വയലിൽ കൂടെ പൊരി വെയിലത്ത്. ആ വയലിലൂടെ ആ പെൺകുട്ടി ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ചലനല്ലാണ്ടാവും. പിന്നെയും ശ്വാസം എടുത്തിട്ട് ആ പെണ്ണ്, ആ ചെറിയ പെൺകുട്ടി എല്ലും വാരും കൊന്തി എല്ലും തോലായ പെൺകുട്ടി ഇങ്ങനെ ഏഞ്ഞു നീങ്ങും. അദ്ദേഹത്തിന് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കഴുകൻ പറന്നു വന്ന ആ പെൺകുട്ടിയുടെ ബേക്കിൽ ഇങ്ങനെ കാത്തുക്കും. നിങ്ങൾ കണ്ടതായിരിക്കും ആ ചിത്രം. ആ കഴുകൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടി ഒന്ന് മരിച്ചു കിട്ടി അതിനെ കുത്തി തിന്നാന്ന. ഈ കുട്ടി ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഒരർക്ക് വെള്ളം കിട്ടിയെങ്കിൽ ഒന്ന് ജീവിക്കാന്ന. പട്ടിണിയുടെ രണ്ട് മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം കെവിൻ കാർട്ടൻ വീഡിയോയിൽ പകർത്തി ഫോട്ടോ എടുത്തു. അദ്ദേഹം അയച്ചു കൊടുത്ത ആ ഫോട്ടോ ലോക പ്രശസ്തമായി. രാജ്യങ്ങൾ ഭേദിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പാരിതോഷികങ്ങൾ കിട്ടി. രാജ്യങ്ങൾ മുഴുവനും കൊടുക്കാവുന്ന സമ്പത്തിന്റെ വലിയ അംഗീകാരങ്ങളാ കെവിൻ കാർട്ടൻ കൊടുത്തു. ആ രണ്ട് ചിത്രങ്ങളെ കൊണ്ട് അദ്ദേഹം ലോകപ്രശസ്തനായി. 8 മാസം, 1 വർഷത്തിലധികം അദ്ദേഹത്തിന് അതിന്റെ പേരിൽ കോടിക്കണക്കിന് സമ്പത്തുകൾ കിട്ടി, അംഗീകാരം കിട്ടി. പല രാജ്യങ്ങളും അദ്ദേഹത്തെ ക്ഷണിച്ചോണ്ടുപോയി അദ്ദേഹത്തിന് പൂമാലകൾ കൊടുത്തു. കാരണം വല്ലാത്തൊരു രംഗാണ് ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നുണ്ടത്. മരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞും അതിന്റെ ബേക്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കാത്തു നിൽക്കുന്ന ഒരു കഴുകനും. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു മീറ്റിംഗിനിടയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൂട്ടം കൂടിയിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ആ ഫോട്ടോയെപ്പറ്റി ചർച്ച ചെയ്ത് അദ്ദേഹം രോമാഞ്ചം കൊള്ളുമ്പോൾ, അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ക്ലിക്കും ഒക്കെ പറ്റി വാചാലമാകുമ്പോൾ, സദസ്സിലുള്ള ഒരു 21ാം ക്ലാസ് വിദ്യാർത്ഥി പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, കെവിൻ കാർട്ടൻ, എനിക്കൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചോളൂ. ആ ചിത്രത്തിൽ അപ്പോ അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു? കെവിൻ കാർട്ടൻ എന്ന മനുഷ്യൻ കൂളായി പറഞ്ഞു, ഒരു കഴുകൻ. ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു കഴുകനേ ഉള്ളൂ. ഉടനെ പെൺകുട്ടി പറഞ്ഞു, അല്ല കെവിൻ കാർട്ടൻ, അവിടെ 2 കഴുകന്മാരുണ്ടായിരുന്നു. ഒന്നാ കുഞ്ഞിനെ കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന യഥാർത്ഥ കഴുകനും, രണ്ടാമത്തത് ആ ക്ഷീണിച്ചെല്ലും തോലുമായ പെൺകുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ആ ഫോട്ടോ എടുത്ത് വൈറലാവാനും പണം സമ്പാദിക്കാനും നിന്ന നിങ്ങളും ആ കഴുകനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കെവിൻ കാർട്ടൻ? ആ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്നോ, ആ കുട്ടി ജീവിച്ചെന്നോ, ആ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും താങ്കളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ, ആ മരിക്കാനിരിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് ലാഭം കൊയ്ത കെവിൻ കാർട്ടൻ, താങ്കളും കഴുകനും ഒരേപോലെയാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പം അന്ന് വരെ അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്ന കെവിൻ കാർട്ടന്റെ കണ്ണു നിറയാൻ തുടങ്ങി. മാസങ്ങളോളം അദ്ദേഹം വീട്ടിന്റെ പുറത്തിറങ്ങാതായി. വിഷാദ രോഗം ബാധിച്ചു. അവസാനം വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ സർവ്വസമ്പത്തുകളും സാധുക്കൾക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ചിന്തിച്ചു നോക്കി മനുഷ്യരെ, റബ്ബ് തരുന്നത് എന്തിന്റെ പിന്നിലും എന്തിന്റെ അപ്പുറവും റബ്ബിന് വിചാരിച്ചാൽ അത് നശിപ്പിക്കാൻ പറ്റും. പടച്ചോൻ 1 ലക്ഷം ഉറുപ്പിക വരുമ്പോഴേക്കും അത് ഭയങ്കര ഐശ്വര്യാന്ന് കരുതണ്ട. ആ 1 ലക്ഷം കൊണ്ട് പടച്ചോൻ സകല ഐശ്വര്യക്കേടും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം. ആരോഗ്യം പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ പടച്ചോൻ ഈ ആരോഗ്യത്തിന്റെ ഐശ്വര്യം തരണേന്ന് വിചാരിക്കണം. അല്ലാണ്ട് ഈ ആരോഗ്യം നശിക്കുന്നതാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആരോഗ്യത്തെ പറ്റി പിന്നീട് നമ്മൾ കരയേണ്ടി വരും. ഈ 4 കാര്യങ്ങൾ റബ്ബിനോട് എപ്പോഴും ചോദിക്കേണ്ടതാണ്.